ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ക്ലാസ്സിൻ്റെ ബയോളജി സബ്ജക്റ്റിലുള്ള ഒരു യൂണിറ്റാണ്. അത് ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, അതായത് റീപ്രൊഡക്ഷൻ. ഈ ഒരു യൂണിറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസം ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസം ചാപ്റ്ററിൽ മെയിനായിട്ടും നമ്മൾ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ബേസിക് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നിലേക്കും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഓർഗനിസം, നമുക്കറിയാം നമ്മുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാ ഓർഗനിസവും അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെയാണ് അത് ജീവിക്കുന്നത്. അത് ഓരോന്നിനും വ്യത്യസ്തമാണ്. അപ്പം ആ ഒരു പീരീഡ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ബർത്ത് മുതൽ അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെ, ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗനിസം ആണ് ഇവിടെ പറയുന്ന പോലെ തന്നെ ലൈഫ് സ്പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ചില ഓർഗനിസങ്ങൾക്ക് ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും, ചിലതിന് കുറേ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലൈഫ് സ്പാൻ ആയിരിക്കാം. ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ എടുക്കുവാണെങ്കിൽ അതിന് വെറും ആഴ്ചകൾ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിന് ലൈഫ് സ്പാൻ ഉള്ളൂ. അത് കഴിയുന്ന ഉടനെ അതിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞു, അത് ചത്തു വീഴും. അടുത്ത ലൈഫ് സ്പാന് വീണ്ടും അവിടെ വേറൊരു ഇൻഡിവിജ്വലിന് അടുത്തതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം വലിയ വലിയ ഓർഗനിസംസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ലൈഫ് സ്പാൻ ഉള്ളതായിട്ടും കാണാൻ പറ്റും, 10 വർഷം. ഇപ്പം ഡോഗ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ, പട്ടി, പൂച്ച, അങ്ങനത്തെ വലിയ വലിയ മൃഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വർഷങ്ങൾ നീണ്ട ഒരു ലൈഫ് സ്പാൻ കാണാൻ പറ്റും. അപ്പം എന്തിനാണ് ലൈഫ് സ്പാൻ? ഒരു ലൈഫ് സ്പാൻ എന്തായിരിക്കും അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ലൈഫ് സ്പാനിനുള്ളിൽ അതിൻ്റെ അടുത്ത തലമുറയെ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഓരോ ഓർഗനിസവും ഈ ഒരു ലൈഫ് സ്പാനിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അതിൻ്റെ അടുത്ത തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷനിൽ പഠിക്കുന്നത്. അത് പല രീതിയിലാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പല ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ലൈഫ് സ്പാനെ പറ്റി നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് ഒരു എക്സാമ്പിളായിട്ട്. റീപ്രൊഡക്ഷനെ പറ്റി ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു ബേസിക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇറ്റ് ഇസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗനിസം ഗിവ്സ് റൈസ് ടു യങ് വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ് ദറ്റ് ഇസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. അതാണ് റീപ്രൊഡക്ഷൻ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഓർഗനിസം അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇത് തന്നെ രണ്ട് രീതിയിൽ നടക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോവർ ആയിട്ടുള്ള ഓർഗനിസങ്ങളിൽ കാണുന്നതാണ്. അതായത് ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് മെയിൻ ആയിട്ടും അങ്ങനെയുള്ള ജീവികളിലാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് എപ്പോഴും പേരൻസുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടായിരിക്കും കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജനറ്റിക് കോമ്പോസിഷനിൽ, അവരുടെ ഉള്ളിലുള്ള ജീൻസിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പേരൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഓഫ് സ്പ്രിങ്സ്, അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വഴിയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു പേരാണ് ക്ലോൺ എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിനെ നമ്മൾ ക്ലോൺ എന്ന് പറയും. എന്തുകൊണ്ടാണ് ക്ലോൺ എന്ന് പറയുന്നത്? അവർ പക്ക റെപ്ലിക്കയാണ് ആ പേരൻറ്റിൻ്റെ. കാരണം ആ പേരൻറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഓഫ് സ്പ്രിങ് ഉണ്ടാവുകയാണ്. അതായത് അവിടെ ഒരു മെയിലും ഫീമെയിലിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ഇല്ല. ജസ്റ്റ് ഒരു സിംഗിൾ പാരന്റിൽ നിന്നും ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് ഓപ്പോസിറ്റ് സെക്സുകളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ മാത്രം മതി. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അധികം ഫേവറബിൾ കണ്ടീഷൻസ് ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ലോവർ ആയിട്ടുള്ള കുറേ ഓർഗനിസങ്ങൾ ഈ ഒരു ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിൽ വരാം. ഈ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കാം. ഈസ്റ്റ് നമ്മൾ പറയുന്ന യൂണിസെല്ലർ ആയിട്ടുള്ള ഒരു ഓർഗനിസമാണ് ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ബഡിങ് എന്ന് പറഞ്ഞൊരു ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അത് വരുന്നത് അസെക്ഷലിനകത്താണ്. ഓക്കെ, അപ്പോൾ അതറിയാലോ, അതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ് ഉണ്ടാകുന്നത്. അതായത് പാരന്റ് സെല്ലിൽ നിന്നും അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഒരു കുഞ്ഞ് ബഡ് പോലെ ഉണ്ടാവുന്നു. അത് ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ പാരന്റ് സെല്ലിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ
അതൊരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ അത് അവിടെ നിന്ന് ബ്രേക്ക് ഓഫ് ചെയ്ത് വേറെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായി വളർന്നു വരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ അമീബയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അമീബയുടെ ഒരു മേജർ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മെയിൻ സെല്ല് ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കും, ഉള്ളിലുള്ള ഒരു ന്യൂക്ലിയസ് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും, പിന്നെ പയ്യെ അമീബയുടെ സെല്ല് ഔട്ടർ സെല്ലും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ടുള്ള 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നതാണ് ബൈനറി ഫിഷൻ. അപ്പോൾ അതും ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അമീബ. അപ്പോൾ ഇതിനെല്ലാം ആദ്യമായിട്ടുള്ളിൽ സെൽ ഡിവിഷൻ എന്നൊരു പ്രോസസ്സ് നടന്നിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഓരോ ഓർഗാനിസങ്ങൾക്കും ഓരോ എന്താ പറയുക സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ സൂസ്പോർ, കൊണീഡിയ, ബഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഈ പറഞ്ഞ ഓരോ ഓർഗാനിസങ്ങൾ അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു അമീബയിൽ ബൈനറി ഫിഷൻ ആണ്, ഈസ്റ്റിൽ ബഡ്ഡിംഗ് ആണ്. അങ്ങനത്തെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ്. സൂസ്പോർ, ക്ലാമിഡോമോണസ് എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് കാണുന്നത് സൂസ്പോർ എന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. പെൻസീലിയം എന്നുള്ള ഫംഗസിനകത്ത് കൊണീഡിയ എന്നുള്ള സ്ട്രക്ചറാണ് കാണുന്നത്. ഹൈഡ്രയിൽ ബഡ്സ് ആണ് ഉണ്ടാവുന്നത്. സ്പോഞ്ച്, നമ്മുടെ പോരിഫറ ഫൈലത്തിൽ വരുന്ന സ്പോഞ്ചസ് ജെമ്യൂൾസ് വഴിയാണ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. ഇനി അമീബയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന് അൺഫേവറബിൾ കണ്ടീഷൻസ് വരുവാണെങ്കിൽ, ചില സമയത്ത് എന്താ പറയുക, ഈ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അമീബയ്ക്ക് വേറൊരു പ്രോസസ്സ് വഴി റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഒരു ചെറിയൊരു ഓൾട്ടറേഷൻ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അൺഫേവറബിൾ കണ്ടീഷനെ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി അതിന് ചുറ്റും ഒരു 3 ലെയേർഡ് ഹാർഡ് കവറിങ് അത് ഫോം ചെയ്യും. അതിനെ നമ്മൾ സിസ്റ്റ് എന്ന് വിളിക്കും. ഒരു എക്സ്ട്രാ അഡീഷണൽ ലെയർ ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എൻസിസ്റ്റേഷൻ എന്ന് പറയും. അത് ഒന്നുമില്ല, ആ സെല്ലിനെ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്ന എൻസിസ്റ്റേഷൻ. എന്നിട്ട് ആ ഫേവറബിൾ കണ്ടീഷൻസ് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പം, അവിടുത്തെ അൺഫേവറബിൾ കണ്ടീഷൻസ് മാറി ഫേവറബിൾ കണ്ടീഷൻസ് തിരിച്ചു വരുമ്പം അവർ അമീബയുടെ ഉള്ളിൽ നിന്നും ആ ഒരു സിസ്റ്റ് പയ്യെ, അതായത് അമീബയുടെ ഉള്ളിൽ സ്യൂഡോപോഡിയോ സ്പോർ എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുണ്ടായിട്ട് ഈ ഉണ്ടായ എൻസിസ്റ്റേഷൻ വഴി ഉണ്ടായ സിസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ സ്പോറുകൾ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് ആ ഓരോ സ്പോറുകളും പുതിയ പുതിയ അമീബിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. അമീബ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. ഇതിനെയാണ് സ്പോറിലേഷൻ എന്ന പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഓൾട്ടറേഷൻ ആണ്. ഇൻ കേസ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കാൻ പറ്റിയ ഒരു ഫേവറബിൾ കണ്ടീഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അമീബ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഈ എൻസിസ്റ്റേഷൻ നടത്തി സ്പോറിലേഷൻ വഴി അത് പുതിയ അമീബ ഇൻഡിവിജ്വൽസിനെ ഫോം ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലത്തെ ഒത്തിരി എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ ഓർഗാനിസങ്ങളുടെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. പ്ലാന്റ്സിനും ഇതുപോലെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ ആനിമൽ ഗ്രൂപ്പിനകത്ത് പെടുന്ന കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഒരു ഭാഗം തന്നെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കാരണം എന്താ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനകത്തും ഒരു പാരന്റിനകത്ത് നിന്ന്, ഒരു സിംഗിൾ പ്ലാന്റിൽ നിന്നായിരിക്കും, പാരന്റ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ഒരു പുതിയൊരു ഷൂട്ട് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതും ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് ഒത്തിരി കാണാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ പൊട്ടറ്റോ അല്ലെങ്കിൽ കിഴങ്ങെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് മുളകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് പറയും. ഈ മുള ഇതിപ്പോൾ നമ്മൾ കുഴിച്ചു വെക്കുകയോ അല്ലെങ്കിൽ നനച്ച് നമ്മൾ അതിനെ ഒരു പ്ലാന്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മുളകളിൽ നിന്ന് പുതിയ നാമ്പുകൾ ഉണ്ടാകും. പുതിയ സാപ്ലിങ്സ് ആയിട്ട് അത് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ആ പൊട്ടറ്റോയുടെ ട്യൂബേഴ്സ് ആണ് കാണിക്കുന്നത്. അത് അവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മെത്തേഡാണ്. അപ്പം അത് അതിൻ്റെ അടുത്ത ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു സവിശേഷതയാണ് ഈ പറയുന്നത്. അപ്പം അത്
ഈ പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് പെടും. അപ്പോൾ പൊട്ടറ്റോയ്ക്ക് അങ്ങനെ ട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഇപ്പം നമ്മൾ ഇഞ്ചി എടുക്കുവാണ്, ഇഞ്ചിക്ക് ഈ പറഞ്ഞ പോലെ നോഡുകളുണ്ട്, കാണാം, ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ആ നോഡിൽ നിന്നും ഇഞ്ചി നമ്മൾ കുഴിച്ചു വെക്കുമോ നമുക്ക് കാണാൻ പറ്റും. ഈ നോഡിൽ നിന്ന് പുതിയ പുതിയ മുളകൾ പോലെ വന്നിട്ട് അത് പുതിയ അടുത്ത അതിൻ്റെ പ്ലാന്റ് ആയിട്ട് ഷൂട്ട്സ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് പ്ലാന്റിൽ. ബ്രയോഫിലും ലീഫിൽ നിന്നാണെങ്കിൽ അതിൻ്റെ അഡ്വെൻറ്റീഷ്യസ് ബഡിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകും, പുതിയ ഇലകൾ അതിൽ നിന്ന് വരും. അതുപോലെ തന്നെ വാട്ടർ ഹയസിന്ത്, അതിന് ഓഫ്സെറ്റ് ഉണ്ട്. പെട്ടെന്ന് റാപ്പിഡായിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുന്ന ഒരു എബിലിറ്റി അതിനുണ്ട്. അപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾസ്, ട്യൂബേഴ്സ്, പൊട്ടറ്റോയുടെ ട്യൂബർ, ജിഞ്ചറിൻ്റെ റൈസോം എന്നാണ് പറയുന്നത് ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് പാർട്ടിനെ, ഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ബൾബിൽ, പിന്നെ ബ്രയോഫിലത്തിൻ്റെ ലീഫ് ബഡ്സ്, വാട്ടർ ഹൈസിന്ത്, ഓഫ്സെറ്റ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ പല വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പാർട്സ് ആണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മൾ പറഞ്ഞു പല ആനിമൽസിലും പല പ്ലാന്റ്സിലുമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നമ്മൾ വിളിക്കും. ഈ പറഞ്ഞ റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ്, ഇതെല്ലാം ഓരോ പ്ലാന്റ്സിൻ്റെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഹൈഡ്രയുടെ കേസ് പറഞ്ഞു തന്നെ അല്ലേ. ഹൈഡ്രയ്ക്ക് ബഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴി അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഫ്രാഗ്മെന്റേഷൻ എന്ന പ്രോസസ്സ് വേണേലും ഹൈഡ്രയ്ക്ക് അണ്ടർഗോ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഹൈഡ്രേനെ ഡിസ്റ്റിങ്ക്റ്റ് പീസസ് ആയിട്ട് ഹൈഡ്ര ബ്രേക്ക് ചെയ്യും. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസ്, പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് ആ ഓരോ ഫ്രാഗ്മെന്റിൽ നിന്ന് ഒരു പുതിയ ഹൈഡ്ര, അഡൽട്ട് ഹൈഡ്ര ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഫ്രാഗ്മെന്റേഷൻ പ്രോസസ്സ് വഴി. അപ്പോൾ അതാണ് ഹൈഡ്ര കാണിക്കുന്ന മറ്റൊരു മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വാട്ടർ ഹയസിന്ത് എന്ന് പറയുന്നത് അതിനെ ടെറർ ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. കാരണം അതൊരു ഇൻവേസീവ് വീഡാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു പ്ലാന്റ് അല്ല, അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ മറ്റൊരു രാജ്യത്ത് അല്ലെ മറ്റ് കാലാവസ്ഥയിൽ വളരുന്ന ഒരു ആനിമലിനെയോ ഒരു പ്ലാന്റിനെയോ നമ്മൾ പുതുതായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടാവും നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന്. കാരണം അത് ഈ ഒരു ക്ലൈമറ്റിനോട് വളരാനും ഈ ഒരു സാഹചര്യത്തിനോട് ചേരാനും ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഹസാർഡ്സ് ഉറപ്പായും നേച്ചറിന് ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എക്സോട്ടിക് സ്പീഷീസും ഇൻവേസീവ് സ്പീഷീസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെയാണ് ഈ വാട്ടർ ഹൈസിന്തും. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഇതിൻ്റെ ഇലയുടെ ഒക്കെ ഭംഗി വെച്ച് ഇതിനെ നമ്മുടെ പ്ലേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചെടിയാണ്. പക്ഷെ ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഭയങ്കര ഈ ഓഫ്സെറ്റ് വഴി ഇതിന് പെട്ടെന്ന് എന്താ പറയുക പടർന്ന് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി വാട്ടർ ബോഡീസിൽ ഇതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്, അതൊരു വീഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു എന്താ പറയുക ഗുണത്തേക്കാൾ ഉപരി ഒരു ഉപദ്രവമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് അവിടെ പുതിയ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്നത്. അവിടെ ഗമേറ്റിന്റെ ഗമേറ്റ് ഒന്നും പ്രത്യേകിച്ച് ഇൻവോൾവ് ആവുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇഫ് 2 types of gametes are involved. 2 type of ഗമേറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതായത് ഒരു മെയിൽ ഗമേറ്റും ഒരു ഫീമെയിൽ ഗമേറ്റും ഉണ്ടാവണം. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ചിലപ്പം ഒരേ ഓർഗനിസത്തിൽ തന്നെ ഉണ്ടാവാം. ചില ലോവർ ഓർഗനിസംസിൽ നമുക്ക് കാണാൻ പറ്റും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റുകൾ ഒറ്റയൊരു ജീവിക്കകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അവരിൽ മെയിൽ എന്നും ഫീമെയിൽ എന്നും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് കാണത്തില്ല. പക്ഷെ മെജോറിറ്റി ഹയർ ഓർഗനിസംസും അതിനും കൂടുതലും നമ്മൾ കാണുന്നത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവരിൽ ഓരോരുത്തരിൽ മെയിലിന്റെ ഗമേറ്റുകളും ഫീമെയിലിന്റെ ഗമേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. എന്തായാലും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിനായിട്ട് ഓർത്തിരിക്കണം 2 ടൈപ്പ് ഓഫ് ഗമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അത് ഓപ്പോസിറ്റ് സെക്സിലായിരിക്കണം. പിന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ കണ്ടു അതിനധികം ഒത്തിരി ടൈം വേണ്ട ഒരു പ്രോസസ്സ് അല്ല, കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്.
അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആണ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, കുറച്ചുകൂടെ പയ്യെ നടക്കത്തുള്ളൂ, സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, സെക്ഷൽ മോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് പിന്നീട് കമ്പയർ ചെയ്യുമ്പം പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. എന്തായിരിക്കാം? സ്വാഭാവികമായും നമുക്കറിയാം, രണ്ട് ഗമേറ്റിനകത്തുള്ള മെയിലിന്റെയും ഫീമെയിലിന്റെയും അവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. രണ്ടുപേരുടെയും ഗമേറ്റിനകത്തുള്ള ജീനുകൾ തമ്മിൽ റീകോമ്പിനേഷൻ നടത്തി ക്രോസിംഗ് ഓവർ ഒക്കെ നടന്നാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്നത്. അപ്പം അതിനകത്തൊരു ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജനറ്റിക്, അതായത് പേരൻസിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഈ ഓഫ്സ്പ്രിങ്സിൽ കാണും. അപ്പം അവർക്ക് അത് മാത്രമല്ല, അവർക്ക് ചേഞ്ച് ചെയ്യുന്ന എൻവയറമെന്റൽ കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടൊരു കുറച്ചുകൂടി ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. അതേസമയം അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല. ആ ഓഫ്സ്പ്രിങ്ങിന് ആ പേരന്റിന് എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ കഴിവുകളുണ്ടോ, എന്തൊക്കെ കുറവുകളുണ്ടോ അതുപോലെ തന്നെ കിട്ടും. ഐഡന്റിക്കലാണ്. പേരന്റിന്റെ എക്സാക്ട് കോപ്പിയാണ് അസെക്ഷലിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ ക്ലോൺ എന്ന് വിളിച്ചത്. അപ്പൊ ഇത് ഈ ഓരോന്ന് പറയുന്നതും അസെക്ഷലും സെക്ഷലും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇനി നമുക്കറിയാം, ഒരു ഓർഗനിസം ഈ ഇതിനെ സെക്ഷൽ ആൻഡ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു ഓർഗനിസത്തിന്റെ ജീവിതത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ് ജുവനൈൽ ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും. അപ്പം ജുവനൈൽ ഫേസിന് മറ്റൊരു പേരുടെ ഉണ്ട്, ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് ഫേസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനിസം ജനിക്കുമ്പോൾ മുതൽ അതിന് അടുത്തൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീപ്രൊഡക്ഷൻ പോസിബിൾ ആവുന്ന ഒരു മെച്യൂരിറ്റി, റീപ്രൊഡക്ഷൻ ആവാൻ ഒരു മെച്യൂരിറ്റി അതിന് ആവശ്യമുണ്ട്. ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡെവലപ്മെന്റ്സ് അതിൻ്റെ ബോഡിയിൽ നടക്കണം. ആ ഒരു പീരീഡ് വരെ, അതായത് അത് ജനിക്കുമ്പോൾ മുതൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, ആ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി വരുന്ന വരെയുള്ള സ്റ്റേജിനെ നമ്മൾ ജുവനൈൽ അഥവാ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉള്ള റീപ്രൊഡക്ഷൻ നടക്കുന്ന ആ സ്റ്റേജിനെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ രണ്ട് ഫേസുകൾ, ജുവനൈലും റീപ്രൊഡക്റ്റീവ് ഫേസും, പല ഡ്യൂറേഷനിൽ നമുക്ക് കാണാൻ പറ്റും പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ. അത് ഓരോന്നായിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് കുറേ എക്സാമ്പിൾസ് അറിയാം. ചില ലൈക്ക് മരങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, മാങ്ങ, ചക്ക, ഇതൊക്കെ പ്രത്യേക സീസണുകളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. ആ ഒരു സീസണാണ്, അതുവരെ അതിന്റെ ജുവനൈൽ പീരീഡ് ആണ്. ആ ഒരു സീസൺ ആകുമ്പോഴാണ് അതിന്റെ റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് അത് കയറുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നീലക്കുറിഞ്ഞി അല്ലെ, സ്ട്രോബിലാൻഡസ് കുന്തിയാന, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ജുവനൈൽ പീരീഡ് അത്രയും ലോങ്ങർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനെ ആ റിപ്രൊഡക്റ്റീവ് ഫേസ് ആ ഒരൊറ്റ പ്രാവശ്യമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ഓർഗനിസങ്ങളിലും ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ആനിമൽസിലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്. ബേർഡ്സ് ആയാലും മറ്റ് ആനിമൽസ് ആയാലും അവർ എഗ് ലേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനൊരു പ്രത്യേക സീസൺ ഉണ്ട്. ആ സമയത്ത് മാത്രമേ എഗ് ലേയിങ് സംഭവിക്കുകയുള്ളൂ. അപ്പം പിന്നെ ഈ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില സൈക്കിൾസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള മാമൽസ്, അതായത് കൗ, ഷീപ്പ്, ഡിയർ, ഡോഗ് ഇങ്ങനെയുള്ളതിലൊക്കെ റീപ്രൊഡക്ഷന്റെ സമയത്ത് സംഭവിക്കുന്ന ആ ഒരു സൈക്ലിക് ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ്. ഈസ്ട്രസ് സൈക്കിൾ, അതാണ് ഈസ്ട്രസ് സൈക്കിൾ അനുസരിച്ചാണ് അവരുടെ റിപ്രൊഡക്റ്റീവ് ഫേസ് വരുന്നതും പോകുന്നതും ഒക്കെ. അതേസമയം പ്രൈമേറ്റ്സിലാണെങ്കിൽ, പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ അതിനകത്ത് പെടും? മങ്കീസ് ഉണ്ട്, ഏപ്സ് ഉണ്ട്, ഹ്യൂമൻസ് ഉണ്ട്. മങ്കീസും ഏപ്സും ഡിഫറെൻ്റ് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കാം. മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻസ്, ഇവരിലെല്ലാം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞ് വേറൊരു ഈസ്ട്രസ് സൈക്കിളിൽ നിന്ന് ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്. അതനുസരിച്ചാണ് റിപ്രൊഡക്റ്റീവ് ഫേസ് വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ രണ്ട് സൈക്കിൾസ് ഉണ്ടെന്ന് ഓർത്തിരിക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫർദർ ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇനിയും സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ഈസ്ട്രസ് സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ തന്നെ എൻവയറമെന്റിലെ ചില ഫാക്ടേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻ സംഭവിക്കും കേട്ടോ. ആ ഒരു ഇന്ററാക്ഷൻ അനുസരിച്ച് നമ്മുടെ ബോഡിയിലെ കുറെ ഇന്റേണൽ ചേഞ്ചസ് വരും. അതോടനുസരിച്ചാണ് ഓരോ ഫേസസും സംഭവിക്കുന്നത്. ഓരോ ഫേസസിലെ ഓരോ ചേഞ്ചസും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് കാണാം, interaction between hormones and certain environmental factors regulate the reproductive processes and associated behavioral expressions of organism. അതോടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന്റെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ നമുക്ക് 3 ഡിഫറെൻറ്റ് ഇവന്റുകളായിട്ട് തിരിക്കാം. നിങ്ങൾക്കറിയാം, പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ.
ഫെർട്ടിലൈസേഷൻ എന്താ? അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചെറിയൊരു വേഗ് ഐഡിയ ഉണ്ടായിരിക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സിൻഗമി. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ഐഡിയ കാണും. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ കുറച്ച് ഒരുക്കങ്ങളുണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്നുള്ളതാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇത്രയും 3 എണ്ണം കഴിയുമ്പോഴാണ് സൈഗോട്ട് ഉണ്ടായിട്ട് എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് കഴിയുമ്പോൾ ആ എംബ്രിയോയിൽ നിന്നും പുതിയൊരു ഓർഗാനിസം, പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും ഉണ്ടാകുന്നത്. അപ്പം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകളകത്ത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും അതിനകത്ത് നടക്കുന്ന 2 പ്രോസസ്സുകളാണ്. ഒന്ന് ഗമീറ്റോജെനിസിസും ഗമീറ്റ് ട്രാൻസ്ഫറും. ഒന്ന് ഗമീറ്റോജെനിസിസ്, മറ്റേത് ഗമീറ്റ് ട്രാൻസ്ഫർ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് 2 ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഗമീറ്റ്സ് എവിടെ നിന്നാണ് വരുന്നത്? ആ ഗമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഇപ്പം നമ്മൾ പറയുന്ന ഗമീറ്റോജെനിസിസ്. ഓക്കെ, ഇപ്പം മെയിൽ ഗമീറ്റ് ഉണ്ടാവണം, ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവണം. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, 2 ടൈപ്പ് ഓഫ് ഗമീറ്റുകൾ വേണം. ഇനി ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സെൽസ് ആണ്. ഓക്കെ, ഹാപ്ലോയിഡ് സെൽസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പം മിക്ക ഓർഗാനിസവും പാരന്റ് എന്ന് പറഞ്ഞ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2N. നിങ്ങൾ +1 ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. N സ്റ്റേറ്റും 2N സ്റ്റേറ്റും. അപ്പം ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോമസോം നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് വരുന്നതാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിംഗിൾ ഹാഫ് മാത്രം വരുന്നതാണ് ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉള്ളൂ. യൂഷ്വൽ ക്രോമസോം നമ്പറിൽ നിന്ന് ഒരു സിംഗിൾ സെറ്റ്, നേർ പകുതി, അതാണ് ഹാപ്ലോയിഡ് വരുന്നത്. ഓക്കെ, അതാണ് ഗമീറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും മിക്കവാറും കേസുകളിൽ. പിന്നെ അപ്പം ഈ പറഞ്ഞ മെയിലും ഫീമെയിൽ ഗമീറ്റ്, 2 ഹാപ്ലോയിഡ് ഗമീറ്റുകൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ വരുന്നത്. അങ്ങനെയാണ് സൈഗോട്ട് ഡിപ്ലോയിഡ് ആവുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക. ആ ഒരു ഡിപ്ലോയിഡി കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കുക. സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗമീറ്റുകൾ ഹാപ്ലോയിഡ് ആയിരിക്കണം. ഇനി ഗമീറ്റുകൾ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ ഷേപ്പ്, അവരുടെ ഒരു മോർഫോളജി, അതിനെ ബേസ് ചെയ്ത് അവർ 2 ടൈപ്പായിട്ട് കാണാൻ പറ്റും. ചില ആൾക്കാരിൽ അവർ ഹോമോഗമീറ്റുകളാണ്, അഥവാ ഐസോഗമീറ്റ്സ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ എന്താ? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരുപോലെ ആയിരിക്കുന്ന സിമിലർ ഇൻ അപ്പിയറൻസ് ആണ്. ദാറ്റ് നമുക്കതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഗമീറ്റ്സിനെ നമ്മൾ ഹോമോഗമീറ്റ്സ് അഥവാ ഐസോഗമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം മെയിൽ ഗമീറ്റിനും ഫീമെയിൽ ഗമീറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ വി കോൾ ദം ഹെട്രോഗമീറ്റ്സ്. ഓക്കെ, അങ്ങനെയുള്ളതിൽ നമ്മൾ ആന്ത്രോസോയിഡ് അഥവാ എഗ് എന്ന് വിളിക്കും. പ്ലാന്റ്സിന്റെ കേസിൽ അങ്ങനെ വിളിക്കുന്നത്, അങ്ങനെ ഒരു നെയിം. മെയിൽ ഗമീറ്റിന് ആന്ത്രോസോയിഡ് എന്നും ഫീമെയിൽ ഗമീറ്റിന് എഗ് എന്നും പറയുന്നത്. അല്ലാത്ത ഹയർ ഓർഗാനിസങ്ങളിലാണെങ്കിൽ, അല്ലാത്ത ആനിമൽസിലും ഹ്യൂമൻസിലും ഒക്കെ നമ്മൾ സ്പേം ആൻഡ് ഓവം എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം 2 ഗമീറ്റുകളും 2 വ്യത്യസ്ത ഷേപ്പ് ഉള്ളതും വ്യത്യസ്ത ഫംഗ്ഷൻ ഉള്ളതും ഒക്കെയാണ്. അപ്പോൾ അതാണ് ഹെട്രോഗമീറ്റ്. ഇവിടെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാഡോഫോറ എന്ന ആൽഗയുടെ ഐസോഗമീറ്റ് ഉണ്ടോ? മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾസ് നോക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് ഹ്യൂമൻസിൻ്റെയാണ്. നമുക്കറിയാം സ്പേമിൻ്റെ ഷേപ്പും ഓവത്തിൻ്റെ ഷേപ്പും തമ്മിലുള്ള മേജർ ഡിഫറൻസ് തന്നെയാണ്. പിന്നെയുള്ളത് ഇതുമായിട്ട് സെക്ഷുവാലിറ്റി ബന്ധപ്പെട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഇതിനെപ്പറ്റിയും ബേസിക്സ് നമ്മൾ 11th പഠിക്കുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. അതായത് ഈ പ്ലാന്റ്സിൽ മെയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റുകൾ വരണം. അപ്പം ചില സമയത്ത് പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരേ പ്ലാന്റിൽ കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും കാണുന്നത്. അപ്പം ഒരു പ്ലാന്റിൽ തന്നെ അതിൻ്റെ മെയിലും ഫീമെയിലും റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ബൈസെക്ഷൽ എന്ന് വിളിക്കും. ബൈസെക്ഷൽ. അതേസമയം 2 ഡിഫറെൻറ്റ് പ്ലാന്റിലാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? യൂണിസെക്ഷൽ. അതായത് ഒരു പ്ലാന്റിൽ മെയിലിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റേ പ്ലാന്റിൽ ഫീമെയിലിൻ്റെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ യൂണിസെക്ഷൽ എന്ന് വിളിക്കും. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ടൈപ്പ് ഓഫ് ഗമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ കാണുവാണെങ്കിൽ അവരെ ബൈസെക്ഷൽ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ളവരെ ഒരു പേരോട് മൊണേഷ്യസ് എന്നും വിളിക്കും. കാരണം എന്താ? ആ ഒരു സിംഗിൾ പ്ലാന്റിൽ തന്നെയല്ലേ അത് 2 ഉള്ളത്. അപ്പം മൊണേഷ്യസ്, മോണോ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഗിൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മൊണേഷ്യസ് എന്നൊരു പേരും പറയും. ഫംഗസിലാണെങ്കിൽ ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ട്, ഈ ഒരു ബൈസെക്ഷൽ കണ്ടീഷനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് ഹോമോതാലിക് എന്നാണ് അവരെ വിളിക്കുന്നത്.
ഓക്കെ, അവരുടെ താലസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് അവരുടെ നെയിമിങ് വരുന്നത്. അതുകൊണ്ട് ഹോമോതാലിക് എന്നവർ വിളിക്കുന്നത്. ഹോമോ സെയിം കൈൻഡ്, ഹോമോ സെയിം എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷനാണ് ഡയേഷ്യസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഈ പറഞ്ഞ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടും ഒരുമിച്ച് വരത്തില്ല. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. അപ്പം ഇപ്പം മെയിൽ ഒരെണ്ണത്തിനകത്തുണ്ടെങ്കിൽ ഫീമെയിൽ വേറൊരു പ്ലാന്റിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ യൂണിസെക്ഷൽ അഥവാ അപ്പോൾ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗമേറ്റ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനെ യൂണിസെക്ഷൽ എന്ന് പറയുന്നത്. ഡയേഷ്യസ് എന്ന് വിളിക്കുന്നതിന്റെ കാര്യം പ്ലാന്റ്സ് രണ്ടെണ്ണമാണ്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സിനകത്താണ് ഓരോ ഗമേറ്റുകളും ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഈ ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ തമ്മിലുള്ള വ്യത്യാസം, മൊണേഷ്യസ് ഡയേഷ്യസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി യൂണിസെക്ഷൽ ആയിട്ടുള്ള മെയിൽ ഫ്ലവറിനെ, അതായത് മെയിൽ ഇത് മാത്രം കാണിക്കുന്ന ഫ്ലവറിനെ, അതായത് എന്താ സ്റ്റാമിനും സ്റ്റെയിമനും ആന്തറും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സ്റ്റാമിനേറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ പിസ്റ്റിൽ ബെയർ ചെയ്യുന്ന യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിനെ നമ്മൾ പിസ്റ്റിലേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ചില സമയത്ത് ഈ മൊണേഷ്യസ് ആയിട്ടുള്ള ഒരേ ഒരു ഇൻഡിവിജ്വലിനകത്ത് തന്നെ ഈ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാണും. രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന രണ്ടിതും കാണും. ഇനി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാണുവാണെങ്കിൽ അതിനെ മൊണേഷ്യസ് എന്ന് പറയും. ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് കാണുന്നെങ്കിൽ അതിനെ ഡയേഷ്യസ് എന്ന് പറയും. ഇനി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ മൊണേഷ്യസ് ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോക്കനട്ട് അല്ലെങ്കിൽ ക്യൂക്കർബിറ്റ്. ക്യൂക്കർബിറ്റ് ഫാമിലി പെടുന്ന മിക്ക ആൾക്കാരും മൊണേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഡയേഷ്യസിനകത്ത് എക്സാമ്പിൾ വരുന്നത് നിങ്ങൾക്കറിയാം, ഓമയ്ക്ക, പപ്പായ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. പിന്നെ ഡേറ്റ് പാം, അതുപോലെ തന്നെ ജാതിക്ക ഡയേഷ്യസ് ആണ്, യൂണിസെക്ഷൽ കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പം നേരിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന നല്ല എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലോർത്ത് വെക്കുക ഫോർ ബോത്ത് മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. പിന്നെയുള്ളത് ചില സമയത്ത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആനിമൽസിന്റെ കേസ് എടുക്കുവാണെങ്കിലോ, ചില ആനിമൽസ് നമുക്കറിയാം, പ്രത്യേകിച്ചും ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിനകത്തൊക്കെ ഈ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരു ഇൻഡിവിജ്വലിനകത്ത് തന്നെ കാണും. അപ്പോൾ അവർക്ക് പ്രത്യേകം മെയിൽ ഇൻഡിവിജ്വൽ ഫീമെയിൽ ഇൻഡിവിജ്വൽ ഉണ്ടാകത്തില്ല, ഒരു ഇൻഡിവിജ്വലിനകത്ത് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണും. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് എർത്ത് വോം, സ്പോഞ്ച്, ടേപ്പ് വോം, ലീച്ച്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനിയും അല്ലാതെ ഏറ്റവും അതിനേക്കാളും കൂടുതൽ നമ്മൾ കാണുന്നത് ഡെഫിനറ്റ്ലി യൂണിസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫീമെയിൽ ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന, ഫീമെയിലിന് പ്രത്യേക ക്യാരക്ടേഴ്സ് ഉള്ള, മെയിൽസിന് പ്രത്യേകം ക്യാരക്ടേഴ്സ് ഉള്ളതായിരിക്കും കൂടുതലായിട്ടുള്ള ഓർഗനിസം. അതുപോലെ തന്നെ ഹയർ ഓർഗനിസം മിക്കതും യൂണിസെക്ഷൽ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ കോക്രോച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് കണ്ടീഷനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു സെൽ ഡിവിഷൻ ആണ് ആ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിപ്ലോയിഡ് ആയിട്ടുള്ള പേരന്റ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൽ മിയോസിസ് എന്ന് പറഞ്ഞൊരു റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കും. നമുക്കറിയാമല്ലോ, മൈറ്റോസിസും മിയോസിസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +1 പഠിക്കുന്നുണ്ട്. മിയോസിസ് സംഭവിക്കുമ്പോൾ എപ്പോഴും ഒരു റിഡക്ഷനാണ് സംഭവിക്കുന്നത് ഉണ്ടാകുന്ന നമ്പറിൽ. അപ്പം നമ്മൾ പറഞ്ഞു പാരന്റൽ ബോഡി ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് മിക്കതിനകത്ത് കാണുന്നത്, ഹയർ ഓർഗനിസത്തിനകത്തൊക്കെ കാണുന്നത്. ചില ലോവർ ഓർഗനിസത്തിൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ കാണിക്കുന്ന പാരന്റ് ബോഡി ഉണ്ട്. അതല്ല, ഡിപ്ലോയിഡ് കണ്ടീഷൻ കാണിക്കുന്ന പാരന്റ്സ് ഗമീറ്റുകൾ ഫോം ചെയ്യുമ്പം അതെന്തായാലും ഹാപ്ലോയിഡ് ആയിട്ട് മാറണം. അപ്പോൾ എന്താ അവിടെ നടക്കുന്ന ഡിവിഷന് മിയോസിസ് എന്ന് പറഞ്ഞ ഡിവിഷനാണ്. അപ്പോൾ മിയോസിസ് സംഭവിച്ച് ആ ഡിപ്ലോയിഡ് കണ്ടീഷനെ ഹാപ്ലോയിഡ് ആക്കിയിട്ടാണ് ഗമീറ്റുകൾ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഗമീറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് കണ്ടീഷനിൽ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് കാണാം. എർത്ത് വോമിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ ഇമേജ് കാണിച്ചിട്ടുണ്ട്, കോക്രോച്ചിനെ കാണിച്ചിട്ടുണ്ട്. മെയിലിനെ ഫീമെയിലിനെ നമുക്ക് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്യാരക്ടേഴ്സ് വെച്ചിട്ട്, അതിൻ്റെ ആൻറ്റനയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓർഗൻസിനൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്ലാന്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞ, അതായത് നമ്മൾ പറഞ്ഞു പാരന്റിൽ നിന്നും ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന പാരന്റ്സ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റുകൾ ഫോം ചെയ്യുന്നത് ആദ്യം അതിനകത്തുള്ള മിയോസൈറ്റ്സ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ഗമീറ്റ് മദർ സെൽസ് ആണ്
ഈ ഗമീറ്റുകൾ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഗമീറ്റ് മദർ സെൽസ് ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. അത് മിയോസിസ് അണ്ടർഗോ ചെയ്തിട്ടാണ് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോമിനെ മാത്രം അടങ്ങുന്ന ഗമീറ്റായിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ക്രോമസോം നമ്പർ മിയോസൈറ്റിലുള്ളതും ഗമീറ്റിലുള്ളതും നിങ്ങൾക്ക് കാണാം. മിയോസൈറ്റിലുള്ളതിൽ എന്ന് വെച്ചാൽ നേർ പകുതിയാവും ഗമീറ്റിലുള്ളത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ ഓർഗനിസത്തിൻ്റെ. ഇപ്പം മിയോസൈറ്റിലുള്ളത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗമീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഗമീറ്റിലുള്ളത് അറിയാമെങ്കിൽ മിയോസൈറ്റിലെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം മിയോസൈറ്റിലുള്ളതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഗമീറ്റിലുള്ളത്. ഇപ്പം മിയോസൈറ്റിൽ ഹൗസ് ഫ്ലൈയുടെ 12 ആണ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഗമീറ്റിലുള്ളത് എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനതേ ഉള്ളൂ. അത് എളുപ്പമുള്ളതാണ്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻറ്റ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ പറയുമായിരുന്നു. ഇതിനിടയ്ക്കാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളിലേക്ക് പോയത്. നമ്മൾ എവിടം വരെ എത്തിയായിരുന്നു? ഗമീറ്റോജെനസിസ് പ്രോസസ്സ് നടന്നു, ഗമീറ്റ്സ് ഫോം ചെയ്തു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി എന്താ? അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണ്? ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും മീറ്റ് ചെയ്യണം, ഇത് തമ്മിൽ ഒരുമിച്ച് വരണം, എന്നാൽ മാത്രമേ അടുത്ത ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പം അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം നമുക്കറിയാം, ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ ബൈസെക്ഷൽ കണ്ടീഷൻ ആണെങ്കിൽ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വലിയ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വരുന്നില്ല. ചില സമയത്ത് എന്താ പറയുക, ഇപ്പം പ്ലാന്റ്സിൻ്റെ കേസ് അല്ല, എല്ലാ കാര്യങ്ങളും വരും മറ്റു ഓർഗനിസം വരുമ്പോൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ചില ലോവർ ഓർഗനിസം ഒക്കെ ഗമീറ്റ് ട്രാൻസ്ഫറിന് വേറെ പല രീതികളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ് പോലത്തെ പ്ലാന്റ്സിൽ വാട്ടറാണ് അവരുടെ ഗമീറ്റ് ട്രാൻസ്ഫറിൻ്റെ മീഡിയം. വാട്ടറിൽ കൂടെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ട് ഗമീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ മീഡിയം വഴിയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ഉറപ്പിന് വേണ്ടി എന്ത് ചെയ്യും? എപ്പോഴും മെയിൽ ഗമീറ്റുകൾ കൂടുതലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഫീമെയിൽ ഗമീറ്റ്സ് ഉള്ളതിനേക്കാളും കുറച്ച് ഇരട്ടി നമ്പറിലായിരിക്കും മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതെന്തിനു വേണ്ടിയായിരിക്കും? ഏതെങ്കിലും കുറേ എണ്ണം ഇല്ലാതായി പോയാലും ഏതെങ്കിലുമൊക്കെ മെയിൽ ഗമീറ്റ്സ് ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കംപ്ലീറ്റ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ പറ്റുന്ന രീതിയിൽ സംഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മെക്കാനിസം നടക്കുന്നത്. ആ ഒരു ലോസ് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാനാണ്. അവിടെ നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഈ ലോവർ ഓർഗനിസം അവരിൽ അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ ഇനി അതിൻ്റെ വേറെ എക്സാമ്പിൾസ് പറയും. തൽക്കാലം നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്കറിയാം പോളിനേഷൻ എന്ന പ്രോസസ്സാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈസെക്ഷൽ പ്ലാന്റിലാണെങ്കിൽ പെട്ടെന്ന് എളുപ്പം സംഭവിക്കും. പക്ഷേ യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആണെങ്കിൽ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കണം, അല്ലേ? ഡയേഷ്യസ് പ്ലാന്റ്സ്, ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ്, അവരിലൊക്കെ പോളിനേഷൻ, അതായത് വിൻഡ് വഴിയോ, നമുക്കറിയാമല്ലോ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ സഹായത്തോണ്ട് വിൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ ഇൻസെക്ട്സ്, ഇതിനൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് വഴി നമുക്കറിയാം മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റേമിൻ്റെ ആന്തറിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് എവിടെ കൊണ്ടുവരുന്നു? ഫീമെയിൽ പാർട്ടിൻ്റെ പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് അവിടെ നമുക്കറിയാം ഒരു പോളിനേഷൻ പ്രോസസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് അവിടെ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ്സ് ആണ് അതിനെ മെയിൽ ഗമീറ്റിനെ എഗ്ഗിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. നമ്മൾ പറഞ്ഞു പോളിനേഷൻ ആണ് മെയിനായിട്ട് പ്ലാന്റ്സിൽ. ആനിമൽസിനാണെങ്കിൽ ലോവർ ഓർഗനിസങ്ങളാണെങ്കിൽ മെയിനായിട്ടും അവർ വാട്ടർ പോലത്തെ മീഡിയം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് ഒരു എക്സ്ട്രാ ഉറപ്പിന് വേണ്ടി മെയിൽ ഗമീറ്റ്സ് ഫീമെയിൽ ഗമീറ്റിനേക്കാളും കൂടുതൽ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് അബൌട്ട് ഗമീറ്റ് ട്രാൻസ്ഫർ. പിന്നെയുള്ളത് ഫെർട്ടിലൈസേഷൻ. ഇപ്പം നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് കഴിഞ്ഞു. ഗമീറ്റോജെനസിസ്, ഗമീറ്റ് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. ഗമീറ്റ് ട്രാൻസ്ഫർ, അവരെങ്ങനെയാണ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരെങ്ങനെ ഒരുമിച്ച് വരുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഫെർട്ടിലൈസേഷൻ സംഭവിക്കണം. ഇതിന് മറ്റൊരു പേരുണ്ട്, നമ്മൾ പറഞ്ഞു സിൻഗമി. സിൻഗമി എന്ന് പറയുമ്പം നമുക്കറിയാം മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട്, രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റുകൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ചില ഓർഗനിസം, ചില ആൾക്കാരിൽ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. റോട്ടിഫർ, ഹണി ബി, ലിസേർഡ്സ്, ചില ലിസേർഡ്, ബേർഡ്, അങ്ങനെയുള്ളവരിൽ ഫെർട്ടിലൈസേഷൻ
സംഭവിക്കാതെ തന്നെ, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫീമെയിൽ ഗമേറ്റിന് അടുത്ത എന്താ പറയുക ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ട്. അതിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് പറയും. പാർത്തനോജെനിസിസ് അതൊരു അങ്ങനെ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല, ജസ്റ്റ് ഫീമെയിൽ ഗമേറ്റിൽ നിന്നായിരിക്കും ഡയറക്റ്റ് ആയിട്ട് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് ഫെർട്ടിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ സിൻഗമി നടക്കുന്നതിനെ പറ്റി പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവന്റുകൾ നമ്മൾ പരിചയപ്പെടും. അതായത് ചില ഓർഗാനിസം, കൂടുതലും അക്വാട്ടിക് ഓർഗാനിസം, അതുപോലെ തന്നെ ചില ആംഫീബിയൻസിൽ, ഇവരിലൊക്കെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയൺമെന്റിലാണ് അവർ തമ്മിൽ ചേരുന്നത്. അപ്പം ഈ ഗമേറ്റ് ട്രാൻസ്ഫർ മെയിൻ ആയിട്ട് വാട്ടറിൽ കൂടെ നടത്തുന്ന ആൾക്കാരിലും ഈ പറഞ്ഞ പോലെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബോണി ഫിഷസ് നമ്മൾ പറഞ്ഞു, മിക്ക ഫ്രോഗ്സിലും ഒക്കെ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം. ഫ്രോഗ്സിന്റെ കേസസ് പറയുകയാണെങ്കിൽ മെയിൽസ് ആയിട്ടുള്ളവർ അവരുടെ എന്താ പറയുക ഫീമെയിൽസ് അതിന്റെ എഗ്സ് വാട്ടറിൽ ലേ ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം മെയിൽസ് അവരും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഫീമെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിനേക്കാളും ഒരു ഡബിൾ എമൗണ്ടിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ വാട്ടറിൽ തന്നെ വെക്കും. ഇനി വാട്ടറിന്റെ ഒരു ഇതിൽ ഈ പറഞ്ഞ സ്പേം ആൻഡ് എഗ് കോണ്ടാക്റ്റിൽ വന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പം അത് മനുഷ്യരിൽ നടക്കുന്ന പോലെ ഇന്റേണൽ പ്രോസസ് അല്ല, എക്സ്റ്റേണലി ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൽ നിന്ന് പുതിയ ടാഡ്പോൾസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അത് വാട്ടറിൽ തന്നെ കാണുന്ന ടാഡ്പോൾസ്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഫ്രോഗായി മാറി ഒരു ലാൻഡ് ആയിട്ടുള്ള റിലേഷൻ വരുന്നത്. അപ്പം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന കുറേ ഓർഗാനിസം ഉണ്ട്. കൂടുതലും ലോവർ ആയിട്ടുള്ള ആൾക്കാരാണ്. ചില ഹയർ ഓർഗാനിസവും അത് കാണിക്കുന്നു. ഇനി അതിനേക്കാളും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. മിക്ക ഹയർ ആയിട്ടുള്ള ആനിമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് എല്ലാം തന്നെ സിൻഗമി നടക്കുന്നത് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗാനിസം ആണ്. പ്ലാന്റ്സിന്റെ കേസിൽ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേംസ് എല്ലാം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി അറിയാം. എഗ് ഉണ്ടാവുന്നത് ആ ഒരു മീറ്റിംഗ് ഓഫ് ദി സ്പേം ആൻഡ് ഓവം, അല്ലെങ്കിൽ ആന്ത്രോസോയിഡും എഗ്ഗും തമ്മിൽ ചേരുന്നത് ഇൻസൈഡ് ദ ബോഡിയാണ്. അങ്ങനെ അവിടെ അപ്പൊ മിക്കവാറും എന്താ പറയാ ഇങ്ങനത്തെ കേസിൽ മെയിൽ ഗമേറ്റിന് ഒരു മോട്ടൈൽ നേച്ചർ ഉണ്ടാവും. മെയിൽ ഗമേറ്റിനായിരിക്കും ഫീമെയിലിനേക്കാളും ഫീമെയിൽ ഗമേറ്റ് മിക്ക കേസിലും നോൺ മോട്ടൈൽ ആയിരിക്കും. ചില എക്സെപ്ഷൻസ് മാത്രം ഒഴിവാക്കിയാലും മിക്ക കേസിലും ഫീമെയിൽ ഗമേറ്റ്സ് നോൺ മോട്ടൈൽ ആയിരിക്കും. മെയിൽ ഗമേറ്റിന് ഒരു മോട്ടിലിറ്റി ഉണ്ടാവും. അത് വെച്ചാണ് അവർ ഫീമെയിൽ ഗമേറ്റിനെ ഫ്യൂസ് ചെയ്യാനായിട്ട് വരാൻ സഹായിക്കുന്നത്. അങ്ങനെയാണ്. ഇനിയും പോവുകയാണെങ്കിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിലേക്കാണ്. അപ്പം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ് നമ്മൾ കണ്ടു, ഫെർട്ടിലൈസേഷൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും നമ്മൾ പറഞ്ഞു. 2 ഹാപ്ലോയിഡ് ഗമേറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ആ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഇവന്റ്. അപ്പം എന്താ നമ്മൾ പറഞ്ഞു, ചില ആൾക്കാരിൽ എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റ്റേണൽ മീഡിയം ആയിട്ടുള്ള വാട്ടറിലായിരിക്കും സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ചില ആൾക്കാരിലൊക്കെ ബോഡി ഓർഗാനിസം, മിക്കവാറും ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലായിരിക്കും സൈഗോട്ട് ഉണ്ടാവുന്നത്. പിന്നെ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് എക്സ്റ്റേണൽ കണ്ടീഷനിൽ സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ഓർഗാനിസം ആണെങ്കിൽ മിക്കവാറും ആ സൈഗോട്ടിന് ചുറ്റും ഒരു പ്രത്യേക കവറിങ് ഉണ്ടായിരിക്കും. ഒരു തിക് സിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാ? അത് നമുക്കറിയാമല്ലോ, അത് ഇരിക്കുന്നത് ഒരു പുറത്തെ ഒരു എൻവയറമെന്റൽ കണ്ടീഷനിലാണ്. അതിനെന്തെങ്കിലും ഡെസിക്കേഷൻ സംഭവിക്കാം, എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാം, എന്തെങ്കിലും പ്രെഡേറ്റേഴ്സ് സൈഗോട്ടിനെ ഫീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതില്ലാതായി പോകും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രെഡേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത ഡെസിക്കേഷൻ, ഡാമേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു തിക്ക് വാൾ സൈഗോട്ടിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ നമുക്ക് എക്സ്റ്റേണലി ഫോം ചെയ്യുന്ന സൈഗോട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പം അല്ലാത്ത കേസിലാണെങ്കിൽ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ആ സൈഗോട്ട് ബോഡിയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾറെഡി ഡബിൾ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉണ്ട്, ഹയർ ഓർഗാനിസം കേസ് പറയുകയാണെങ്കിൽ. ഇനി ആ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഗോട്ടിൻ്റെ ഉള്ളിൽ നിന്ന്
കുറച്ചുകൂടെ സെൽ ഡിഫറൻസിയേഷൻ സംഭവിക്കും. നമ്മൾ പറഞ്ഞു ആദ്യം സൈഗോട്ടിൽ കുറച്ച് സെൽ ഡിവിഷൻ സംഭവിക്കും. അതായത് സൈഗോട്ട് കുറച്ച് സെൽസ് ഉണ്ട്, ആ സെല്ല് പിന്നീട് അതിൽ നിന്ന് നമ്പർ ഓഫ് സെൽസ് കൂടിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുന്തോറും. അത് സെൽ ഡിവിഷൻ, നോർമൽ സെൽ ഡിവിഷൻ മൈറ്റോസിസ് പ്രോസസ്സ് വഴി സെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ആ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഓരോ സെല്ലിനും ഇന്ന ഫംഗ്ഷന് വേണ്ടി അതിനെ മാറ്റി വെക്കുന്ന പ്രോസസ്സാണ് സെൽ ഡിഫറൻസിയേഷൻ. അത് ഓരോ ഓർഗനായിട്ട് മാറാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ ഓർഗൻ ആവാൻ വേണ്ടിയുള്ള സെൽസ് അങ്ങനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് പുതിയ ഓർഗൻസ് ഉണ്ടാവും. എംബ്രിയോജെനിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഓർഗനോജെനിസിസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എംബ്രിയോജെനിസിസ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ആദ്യം സൈഗോട്ട് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും, മൈറ്റോസിസ് ആണ് മെയിനായിട്ടും. പിന്നെ സെൽ ഡിഫറൻസിയേഷൻ സംഭവിക്കും. അവിടെ സെൽ ഡിവിഷൻ്റെ സമയത്ത് നമ്പർ ഓഫ് സെൽസ് കൂടും ഡെവലപ്പിംഗ് എംബ്രിയോയിൽ. സെൽ ഡിഫറൻസിയേഷൻ്റെ സമയത്താണെങ്കിൽ ഈ ഉണ്ടായ സെൽസ് എല്ലാം മോഡിഫൈ ചെയ്യും പ്രത്യേകം ഫങ്ഷൻസിന് വേണ്ടി. എന്നിട്ട് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ആയിട്ട് മാറും, ഓർഗനോജെനിസിന് കാരണമാകും. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒവി പാരസ് ആൻഡ് വിവി പാരസ് ആയിട്ട് രണ്ട് കാറ്റഗറി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമുക്കറിയാം എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗിവിങ് ബർത്ത് ടു യങ് വൺസ് അങ്ങനെയുള്ളവരും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ബോഡിയുടെ പുറത്ത് നടക്കുന്നതാണ്, അതായത് എഗ്ഗിനകത്താണ് നടക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒവി പാരസ് എന്ന് പറയും, എഗ് ലേയിങ് ആൾക്കാർ. വിവി പാരസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രോസസ്, അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല. കംപ്ലീറ്റ് ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് വരെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന എവിടെ തന്നെയാണ്, ഫീമെയിൽ പാരൻറ്റിൻ്റെ, മെയിനായിട്ട് ഫീമെയിൽ പാരൻറ്റിൻ്റെ ആയിരിക്കും, ബോഡിയുടെ ഉള്ളിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തി കഴിയുമ്പോൾ മാത്രമേ അത് പുറത്തോട്ട് വിടത്തുള്ളൂ, പുറത്തേക്ക് വരുള്ളൂ. അപ്പം അതിനെയാണ് ഒവി പാരസ് ആൻഡ് വിവി പാരസ് എന്ന് പറയുന്നത്. എഗ് ലേയിങ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടി നമുക്കറിയാം കാൽസർ ഷെല്ലുണ്ടാവും. റെപ്റ്റൈലും ബേർഡിൻ്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ പറഞ്ഞ മുട്ടയുടെ തോടിന് ഒരു പ്രത്യേക കട്ടിയുണ്ടാവും, അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകത്തില്ല. കോഴിയുടെ ഒക്കെ എന്ന് പറയുമ്പോൾ അത്രയൊന്നും കട്ടിയില്ലാത്ത ഷെല്ലാണ്. പിന്നെ നമുക്കറിയാം എഗ് ലേയിങ് ആയിട്ടുള്ള ആൾക്കാരിൽ ആ എഗ്ഗിനകത്ത് അതിന് അത് ജസ്റ്റ് അതിനകത്ത് ആ എംബ്രിയോ ആയിട്ടിരിക്കത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ഫോർമേഷൻ ഒക്കെ സംഭവിക്കുന്നത് അത് പുറത്ത് ലേ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വരെ, എംബ്രിയോ ഉണ്ടാവുന്ന വരെ ആ മദർ അല്ലെങ്കിൽ ആ ഒരു ആനിമൽ അതിനെ ഇൻക്യുബേഷൻ കൊടുത്ത് അതിനെ ഹാച്ച് ചെയ്യാനായിട്ട്, ആ ഒരു ഡെവലപ്മെൻറ്റ് മുഴുവൻ നടത്തുന്ന രീതിയിൽ അതിനാവശ്യമുള്ള കണ്ടീഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക്, കോഴികൾ അമ്മമാർ ഈ മുട്ട ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേളിൽ അടയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഇൻക്യുബേഷൻ കൊടുക്കുകയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ നടക്കാൻ. അപ്പം അതാണ് അതിനകത്തുള്ളത്. പിന്നെ വിവി പാരസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻസ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. പ്രോസസ്സുകളെല്ലാം ബോഡിയുടെ ഉള്ളിലാണ് നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആയി കഴിയുമ്പോൾ മാത്രമേ പുറത്തേക്ക് ഡെലിവർ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഗ്രോത്ത് ഔട്ട്സൈഡ് ദ ബോഡിയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത്, ഈ പറഞ്ഞ ഒവി പാരസ് ആയിട്ടുള്ള ആൾക്കാരും വിവി പാരസ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു ഒരു പ്രത്യേക വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി നടക്കുന്ന ആൾക്കാരിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ എഗ് ലേയിങ് ആയിട്ടുള്ള സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഔട്ട്സൈഡ് നടക്കുന്ന ആൾക്കാരിൽ ഓർഗനിസം വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓസ്പ്രിങ്ങിന് ഡെത്ത് റേറ്റ് അങ്ങനെയുള്ളവരിലായിരിക്കും കൂടുതൽ. എന്ന് വെച്ചാൽ ഒവി പാരസ് ആയിട്ടുള്ളതിലായിരിക്കും കൂടുതൽ. സർവൈവൽ റേറ്റ് കൂടുതലുള്ളത് തീർച്ചയായും ഏതിലായിരിക്കും, വിവി പാരസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗനിസം നടക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷനും ഒക്കെ സംഭവിക്കാൻ ചാൻസസ് കുറവല്ല. അതേസമയം എഗ് ലേ ചെയ്ത് പുറത്തായിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പാരന്റ് ഓർഗനിസത്തിന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സംഭവിച്ച് അത് വേണമെങ്കിൽ നശിച്ചു പോകാം. അപ്പം ആ ഒരു എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷൻ്റെ ഒക്കെ ഒരു കുറവ് ഒവി പാരസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണും. ഓക്കെ, അല്ലെങ്കിൽ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് പുറത്ത് നടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉണ്ട് നമ്മുടെ വിവി പാരസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് പ്ലാന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എന്തൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും പ്രധാനമായിട്ട് നടക്കുന്നത്. നമുക്കറിയാം, ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ ഈ പറഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഓവറി ആയിരിക്കും ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയുടെ ഔട്ടർ വോൾ ആയിരിക്കും ഫ്രൂട്ടിൻ്റെ പെരികാർപ്പായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മാറുന്നതിന് മുമ്പ് തന്നെ സെപ്പൽസും പെറ്റൽസും ആന്തറും ഒക്കെ
ഫോൾ ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആകെ പിസ്റ്റിൽ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ തന്നെ നിൽക്കില്ല. പിസ്റ്റിൽ ഓവറി ഫ്രൂട്ടിൻ്റെ തോടായിട്ട് മാറാൻ തുടങ്ങും, പെരികാർപ്പായിട്ട് മാറാൻ തുടങ്ങും. ഓവറിക്കകത്തുള്ള ഒബ്യൂളുകൾ ആയിരിക്കും നമ്മുടെ ഫ്രൂട്ടിനകത്ത് സീഡായിട്ട് മാറുന്നത്. ഓക്കെ, സീഡായിട്ട് മാറുന്നത്. അങ്ങനെ ഫൈനലി വരുമ്പോൾ കംപ്ലീറ്റ് ഫ്രൂട്ട് ഫോർമേഷൻ സംഭവിക്കും ആ ഒരു ഫ്ലവറിൻ്റെ ഓവറിൽ നിന്ന്. അങ്ങനെയാണ് പ്ലാന്റ്സിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് അതൊക്കെയാണ്. സെപ്പൽസ്, പെറ്റൽസ്, ആന്തർ ഫോളോ ചെയ്യും, പിസ്റ്റിൽ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും, ഓവറി ഫ്രൂട്ടിൻ്റെ പെരികാർപ്പിനെ ഫോം ചെയ്യും, ഫ്രൂട്ടിൻ്റെ മെയിൻ ഔട്ടർ കവറിങ് ഫോം ചെയ്യും, ഒബ്യൂൾസ് ആയിരിക്കും ഫ്രൂട്ടിൻ്റെ സീഡായിട്ട് വരുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത്. ഇതിന് ഈ സെക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ നമ്മൾ അതിനെപ്പറ്റിയുള്ള പോയിന്റ്സ് ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മേജറായിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടായിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒരു സിംഗിൾ ഓർഗാനിസം തന്നെ ഓഫ്സ്പ്രിങ്ങിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഓഫ്സ്പ്രിങ്സ് ഐഡന്റിക്കൽ ആയിരിക്കത്തില്ല, ഒരു ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. സെക്ഷൽ എന്ന് പറയുമ്പം ഐഡന്റിക്കലാണ്, അതുകൊണ്ട് തന്നെ അതിനെ ക്ലോൺ എന്ന് വിളിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം കൂടുതൽ കാണുന്നത് ഹയർ ഇൻവേർട്ടിബ്രേറ്റ്സും അല്ലാതെ ബാക്കി എല്ലാ വേർട്ടിബ്രേറ്റ്സിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലോവർ ഓർഗാനിസം മാത്രമാണ് കാണുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷലിനെ വെച്ച് നോക്കുമ്പം സ്ലോ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് അത്ര ഇലാബറേറ്റ് അല്ലാത്ത കോംപ്ലക്സ് അല്ലാത്ത പ്രോസസ്സാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതലും ബാക്ടീരിയയിലൊക്കെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഹ്യൂമൻസിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയ ഒരു ലോവർ ഇതാണെങ്കിൽ പോലും അതിന് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അത് കാണിക്കുന്നത് കോൺജുഗേഷൻ ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രയിലുള്ള ബഡിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഈസ്റ്റിലുള്ള ബഡിങ് നമ്മൾ പറഞ്ഞു, ഹൈഡ്രയിൽ തന്നെയുള്ള ഫ്രാഗ്മെന്റേഷൻ, ക്ലോണിങ്, ഇതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾസ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്ലാന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പം അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.